गुरु विष्णु गुरुदेवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ओम श्रीनारायण गुरुवे नमः। ओम श्रीनारायण गुरुवे തീരണം, ഞാൻ ഏത് വഴിക്ക് പോകണം എന്ന് നിങ്ങൾക്ക് പറ്റുന്ന തെറ്റ് എന്ന് പറയുന്ന പലർക്കും പറ്റുന്ന തെറ്റ്, പലരും പറയുമ്പോൾ കേൾക്കുന്ന തെറ്റ് എന്ന് വെച്ചാല് പ്ലസ് ടു കഴിയുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് 4 ആര് പറഞ്ഞുതരും? അതെടുത്തോട്ടോ. ആര് പറയും? തൊട്ടടുത്ത സാറ് പറഞ്ഞു തരും, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ചേട്ടൻ പറഞ്ഞു തരും, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ ആരോ പറഞ്ഞു കേട്ടിട്ട് എടുത്തതാണത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് എന്തൊക്കെ സ്ട്രീമുണ്ട്? ബയോമാസ് ഉണ്ട്, കമ്പ്യൂട്ടർ അതിനോടെയൊക്കെ ആഡ് ചെയ്ത് വരുന്നതാണ്. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്രമുണ്ട് അല്ലേ? എന്തിനാണ് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച ഏത് മേഖലയിൽ പോകാം? മെഡിക്കൽ അല്ലെങ്കിൽ സയൻസ് പ്രോഗ്രാം അല്ലേ? കണക്ക് പഠിക്കാൻ ഇഷ്ടമില്ലാതെ ഒരാൾ ഒട്ടും ഇഷ്ടമല്ല. അലൈഡ് സയൻസോ ബയോളജി റിലേറ്റഡ് ആയിട്ടോ എൻവയോൺമെന്റൽ സയൻസോ അഗ്രികൾച്ചറോ ഫോറസ്റ്റോ ഒക്കെ പഠിക്കാൻ മതി. അതാണ് കരിയർ ഇൻട്രസ്റ്റ്. താല്പര്യം അവിടെയാണ്, സ്കിൽ ആൻഡ് എബിലിറ്റി അവിടെയാണ്. നമുക്ക് പഠിക്കണം. വെറുതെ പഠിക്കുക, ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ പഠിക്കുന്നില്ല, സമയം വേസ്റ്റ് ആക്കുന്നത്. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിക്കേണ്ട ആർക്കാം? ഏതായിരുന്നു കോമ്പിനേഷൻ? ബയോളജി ഉണ്ടായിരുന്നോ? എന്തിനു ബയോളജി ഇതിനെടുത്ത് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് ബയോളജി കൂടെ കൂട്ടി പിടിച്ചതിനായിരുന്നു. ആരായിരുന്നു പറഞ്ഞത്? ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ എപ്പോഴാണ് പറ്റാന്നറിയോ? നിങ്ങൾക്ക് ചില ആൾക്കാർ എങ്ങനെ വരും, കൗൺസിലിംഗ് വരുന്ന കുട്ടികൾ വരുമ്പോൾ ചില കുട്ടികൾ നല്ല കുട്ടികളുണ്ടാവും. മിടുക്കന്മാരും മിടുക്കികളും വിട്ടുപിടിക്കുകയും. ഒരു എക്സാമ്പിൾ പറയട്ടോ. മീനിങ് 4 ദിവസം മുൻപ് ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് വേണ്ടി വിളിച്ചു. ഇപ്പോൾ സമയമില്ല കേട്ടോ, സമയമില്ലാത്തതുകൊണ്ട് വിളിച്ചു, ഫോണിൽ വിളിച്ചു, സംസാരിച്ചു. 3 കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് പഠിക്കേണ്ടത് കോസ്മോളജിയാണ്. ആർക്കും അറിയാം കോസ്മോളജി എന്താണെന്ന്? ഏത് ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്? ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും പറയാം? ഇത് സമ്മാനം തരണ്ട. കോസ്മോളജി സെർച്ച് ചെയ്യരുത്. ഏതാ? അത് കോസ്മെറ്റോളജി. ബ്രാഞ്ച് ഒരു കൈ കൊടുത്ത് മെറ്റാഫിസിക്സിന്റെ ബ്രാഞ്ചാണ്. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ആണ് അല്ലേ സ്റ്റഡി. നിങ്ങൾ നോക്കൂ, 10ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന കുട്ടി അവളുടെ ചൂസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ്, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി എനിക്ക് മറുപടി തന്നു. വൈ യു ചൂസ് കോസ്മോ? നമ്മളെടുക്കുമോ? റിസ്ക് എടുക്കുക അല്ലേ? എവിടെ ജോലി സാധ്യത? എവിടെ? അവൾ കണ്ടുവച്ചിരിക്കുന്നു, നന്നായി സെർച്ച് ചെയ്തിരിക്കുന്നു. ഇനി അവൾക്ക് പറ്റുന്നത് അവളെക്കുറിച്ച് ഒന്നുണ്ടെന്ന് അറിയാനുള്ളതാണ്. അങ്ങനെയുള്ള കുട്ടി വരുമ്പോൾ ഞാൻ പറയും, നീ എടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ്. അവർക്ക് എഞ്ചിനീയറിംഗ് ചെയ്യാൻ പറ്റും, മറ്റേ സയൻസ് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രോഗ്രാംസോ ഏത് വേണമെങ്കിലും, റിസർച്ച് പ്രോഗ്രാംസ് ഇല്ലേ, എവിടെയൊക്കെ പോകാൻ പറ്റും? നൈസർ അറിയുന്നത് ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, BSMS പ്രോഗ്രാംസ്, നൈസർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ സയൻസ് ആൻഡ് റിസർച്ച്, BSMS 2 ഡിഗ്രി, UG ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, 5 വർഷത്തെ പ്രോഗ്രാം. എന്തും പഠിക്കാൻ പറ്റുന്ന പിള്ളേരുണ്ട്, അവരെടുക്കാം. അല്ലാതെ എന്ത് ചെയ്യണം? നമുക്ക് പറ്റുന്ന സാധനത്തിലേക്ക് പോകാം. അത് നന്നായിട്ട് പഠിക്കുക. നമ്മൾ വെറുതെ 2 വർഷം നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്നു മാത്തമാറ്റിക്സ് പഠിക്കാൻ. നിങ്ങൾ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണോ പോകേണ്ടത്, അതുപോലെ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ആ വിഭാഗങ്ങളിൽ പോകാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട സ്ട്രീം അതാണ്. ഇനി കൊമേഴ്സ് ആണെങ്കിലോ എല്ലാ ചാൻസും ഉണ്ടോ? കൊമേഴ്സ് എടുത്താൽ ഉണ്ടോ?
കൊമേഴ്സ് എടുത്താൽ വല്ല സാധ്യതയുണ്ടോ? അല്ലേ? മൂന്നാമത്തെ ചോയ്സല്ലേ. എന്ത് സാധ്യതയുണ്ട്? എന്ത് പഠിക്കാൻ നമുക്ക്? ഒച്ച പറയണ്ട. ACCA. ഓക്കെ, ഗുഡ്. പിന്നെ MBA പഠിക്കാം. ഓട്ടെ, ആദ്യത്തെ UG പ്രോഗ്രാം പറയും. BBA പഠിക്കാം. പിന്നെ BCom പഠിക്കാം. BA പഠിക്കാം. ഒരു പേരെടുത്ത് കൊടുക്കാം നമുക്ക്. ഇയാളുടെ പേര് സ്റ്റുഡൻ്റാണോ? പഠിച്ചു കഴിഞ്ഞാൽ എന്താ പഠിച്ചു കഴിഞ്ഞാൽ? MBA. ഏതായിരുന്നു? എത്ര ജോലിയായോ? എന്താ അങ്ങനെ പേര്? ഒരു കയ്യടിയുടെ കൊടുത്ത് നല്ല സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസേഴ്സായിരുന്നു. അപ്പോ നോക്കുക, നിങ്ങൾ ശിവചന്ദ്രൻ എന്ന് പറയുന്നൊരു കുട്ടി ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത കുട്ടി 23, നമ്പർ 23, AIR 23, ശിവചന്ദ്രൻ. പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ CA ആണ്, CS ആണ്. എന്താണ് CA? ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, CS ആണ്. വലിയ പ്രയാസമാണ്, അത്യാവശ്യം നല്ല പ്രയാസമുള്ള കോഴ്സല്ലേ. CA തന്നെ എടുക്കാൻ പ്രയാസമാണ്, എല്ലാം നമുക്കറിയാം. CS കമ്പനി സെക്രട്ടറി. പുള്ളിക്ക് എന്താകണം? പുള്ളിയുടെ മോക്ക് ഇന്റർവ്യൂ നിങ്ങൾ കാണും. ശിവചന്ദ്രൻ എന്ന പേര് അടിച്ചു നോക്കിയാൽ മോക്ക് ഇന്റർവ്യൂ ഓഫ് ശിവചന്ദ്രൻ, ചെന്നൈ ഗവൺമെന്റാണ് പുള്ളിയുടെ ഇന്റർവ്യൂ. നിങ്ങൾ കാണേണ്ട സാധനം ഇതൊക്കെ. നിങ്ങൾ JEE പാസ്സായവർക്ക് നല്ല ടോപ്പേഴ്സ്. ആരാ സിവിൽ സർവീസിലെ ടോപ്പർ ഈ വർഷത്തെ? ആർക്ക് പറയാം? പേന തരട്ടോ. സിവിൽ സർവീസ് പരീക്ഷ, ഓൾ ഇന്ത്യ സിവിൽ സർവീസ് പരീക്ഷയിലെ നമ്പർ 1 AR 1. മൊബൈലിൽ നോക്കരുത്, സെർച്ച് ചെയ്യരുത്, പെട്ടെന്ന് കിട്ടിയില്ല. ശക്തി ദുബൈ, പെൺകുട്ടിയാ. പ്രയാഗ്രാജ് കേട്ടോ? പ്രയാഗ്രാജ് നിങ്ങൾ പോകണേ കാണാൻ സ്ഥലമല്ലേ? അവിടുത്തെ ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ മോളാണ് ശക്തി ദുബൈ, 1ാം സ്ഥാനം. ഈ ആളെ പറ്റി പറയാം, ശിവചന്ദ്രനെ പറ്റി പറയാം. ശിവചന്ദ്രൻ കമ്പനി സെക്രട്ടറിയാണ്, കമ്പനി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അപ്പൊ ഇവരുടെ ചോദ്യം, പ്രധാന ചോദ്യം, വൈ? നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ സമ്പാദിക്കാനുള്ള 2 വളരെ പ്രധാനപ്പെട്ട പ്രൊഫഷണൽ കോഴ്സസ് ഉള്ളപ്പോ നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന പരിപാടിക്ക് വരേണ്ടത്? അപ്പോൾ അയാളുടെ മറുപടി ഇതായിരുന്നു. 2008 മുംബൈ തീവ്രവാദി ആക്രമണത്തില് താജ് ഹോട്ടലില് NST കമാൻഡോസ് കടന്ന് വലിയൊരു സംഭവം ഉണ്ടായി അവിടെ അല്ലേ? അവിടെ ആ മൂവ്മെന്റില് അവിടുത്തെ പട്ടാളക്കാരുടെ പെർഫോമൻസ് കണ്ടപ്പോ ഐ വാണ്ട് ടു ബിക്കം എ പോലീസ് ഓഫീസർ ഓഫ് ദി സ്റ്റേറ്റ് നാഷണൽ. ഇന്ത്യയിലെ IPS 23 IAS കിട്ടാം, പക്ഷെ ഐ വാണ്ട് ടു ബിക്കം എ പോലീസ് ഓഫീസർ. എനിക്കൊരു IPS കാരനാകണം എന്നാഗ്രഹം. മനസ്സിലായോ? ഇഷ്ടംപോലെ പൈസ കിട്ടും. എന്നാൽ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, കരിയർ മോട്ടിവേറ്റഡ് ടൈപ്പ്. ചില കുട്ടികൾ വരുമ്പോൾ പൈലറ്റ് ആവുമ്പോൾ നമ്മളോട് ഞാൻ ചോദിച്ചു, നിനക്ക് എത്ര സമയം നിന്റെ ജോലി, എത്രത്തോളം സമയം ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാൻ സാധിക്കും? വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അറിയോ? ഒരു ഇവിടെ PT ഉഷ അല്ലേ? നമുക്ക് എല്ലാവർക്കും അല്ലേ സംഭവം PT ഉഷ എന്ന് പറയുന്നത്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. നമുക്ക് വലിയ കോൺട്രിബ്യൂഷൻസ് വന്ന ആളാണ്. ഓരോ തുടുപ്പിലും ഓരോ ജീവനിലും പ്രാണനിലും ഒക്കെ എന്തായിരിക്കും? സ്പോർട്സാണ് മുഴുവൻ സമയം, 24 മണിക്കൂർ 360 ദിവസവും ഇത് തന്നെ സ്പന്ദനമുള്ള ആൾക്കാരുണ്ട് അല്ലേ? മിക്കവാറും സമയത്ത് വേണമെങ്കിൽ നടക്കുമോ? മിക്കവാറും സമയം അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ചെയ്താൽ പറ്റുമോ? അപ്പൊ ചില ജോലികൾ വരുമ്പോ IPS ഓഫീസർ ആണെങ്കിലോ അല്ലെങ്കിൽ പട്ടാളക്കാരനാണെങ്കിലോ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു പട്ടാളക്കാര്, പോലീസുകാര്? നമ്മൾ പറയുന്നത് 24 മണിക്കൂർ അല്ലേ? 24 മണിക്കൂർ 360 വല്ലപ്പോഴൊക്കെ ചെയ്യാം, മോസ്റ്റ് ഓഫൺ ചെയ്യാം. നിങ്ങൾ ഇന്റർവ്യൂ എടുക്കും, നിങ്ങൾ എടുക്കൂ. ഈ CA കാരൻ വരുമ്പോൾ എടുക്കും. അവനെന്താ എടുക്കാൻ കാരണം? അവന്റെ സ്പിരിറ്റ് അവിടെ നിൽക്കുന്നത്, അവന്റെ കരിയറിനോടുള്ള മനോഭാവം. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ മനോഭാവമുള്ള, അങ്ങനെ ഇഷ്ടമുള്ള ഏതോ ഒരു മേഖല ഒളിച്ചു കിടക്കുന്നുണ്ട്, അത് കണ്ടെത്തണം. ചിലർക്ക് ക്ലർക്കാവാൻ ആവശ്യം 10 മണി മുതൽ 5 മണി വരെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരില്ലേ? എന്താ കാര്യം? അവരോട് ശരീരം ഇറങ്ങാനൊക്കെ പറഞ്ഞാൽ ചില പ്രയാസമല്ലേ? എന്താ അസുഖം? വേർപ്പിന്റെ അതുകൊണ്ടുണ്ടാവും അല്ലേ? വളരെ കംഫർട്ടബിൾ ജോബ് അല്ലേ? 10 to 5
വേറെ ഒന്നും അന്വേഷിക്കില്ല. 5 മണി കഴിഞ്ഞാൽ അവർ ആരെയും വിളിക്കുമോ? അപ്പൊ അങ്ങനെയുള്ള ജോലികളുണ്ട്, കൺവെൻഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ചില ആൾക്കാർക്ക് ഫുൾ ടൈം നമ്മുടെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ എഴുതിക്കൊണ്ട് ഒരു പട്ടാളത്തിലേക്ക് ഒരു സീനിയർ ലെവൽ ഓഫീസറായിട്ട് കടന്നു ചെല്ലാൻ പോകുന്നവന്റെ മനസ്സിലുള്ള സ്പിരിറ്റ് എന്തായിരിക്കും? ഞാൻ എപ്പോഴും റെഡിയാണ്, എന്തിനും റെഡിയാണ്, അല്ലേ? ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കാൻ ഏത് സമയത്തും എപ്പോഴും എന്റെ ജോലി ചെയ്യാൻ, എന്റെ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എപ്പോഴും സന്നദ്ധനാണ്. ഏത് സമയത്ത് വിളിച്ചാലും എപ്പോഴും എന്റെ ഊണിലും ഉറക്കത്തിലും ഉണർവിലും എല്ലാം ഞാൻ റെഡിയാവും. അത് എല്ലപ്പോഴും റെഡിയാന്ന് പറഞ്ഞാൽ എടുക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഇതാണ് അതിന്റെ കാര്യം. നമ്മള് ഏറ്റവും കൂടുതൽ സാലറി ഉള്ള ജോലി ഏറ്റവും നല്ല ജോലി, ഇല്ലേ? പറഞ്ഞു വന്നത് CA പറ്റിയല്ലേ? നീ കൊമേഴ്സോടെ പറയണ്ടേ? ഹ്യൂമാനിറ്റീസ് പറയണ്ടേ? ഇവിടെ എക്കണോമിക്സിലെ എക്കണോമിക്സ് ആണല്ലേ? എക്കണോമിക്സ് ഏതായിരുന്നു? PG എക്കണോമിക്സ് ആയിരുന്നു, അല്ലേ? ഇനി എന്താ പ്രോഗ്രാം PhD ചെയ്യണം കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ എക്കണോമിക്സ് സർവീസ് എടുക്കുക ട്രാക്ക് ചെയ്യാനൊക്കെ എക്സാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഓക്കെ, നമുക്കറിയാം, അതിനെക്കുറിച്ച് അറിയാം. നമ്മുടെ പഴയ സമയം വന്ന് നോക്കുമ്പോൾ ഇല്ല. പുസ്തകം വായിക്കാത്ത ആൾക്കാരെ പോലെ പഠിക്കാൻ കൃത്യമായ സമയം കണ്ടെത്താത്ത അനവധി കുട്ടികളുണ്ട്. നമ്മുടെ അടുത്ത് കൗൺസിലിംഗ് വരുമ്പോൾ നമ്മൾ അടുത്തിരിക്കുമ്പോൾ എത്ര സമയം വായിക്കും? വായനയേ ഇല്ല എന്ന് പറഞ്ഞില്ല. അത് കേട്ടിട്ട് പോകും, കേട്ടിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നതിനെ കുറിച്ച് അറിയാറുണ്ട്. എളുപ്പത്തിൽ പഠിക്കാൻ ഞാൻ പറഞ്ഞ 15 കോഴ്സ് ചെയ്തു നോക്കുന്നത്. MA സൈക്കോളജി 70. ഞാൻ +2നും SLCക്കും ഒക്കെ എനിക്ക് ഫസ്റ്റ് ക്ലാസ് മാർക്കില്ല. +2 ജസ്റ്റ് പാസ്സാണ്. ഡിഗ്രി 50% മാർക്കുള്ള ഫിസിക്സ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ പഠിക്കുമ്പോൾ എനിക്കറിയാം എങ്ങനെയാ പഠിക്കേണ്ടത്. മനസ്സിലാകുന്നില്ല? എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനും അറിയാം. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നന്നായി പഠിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള ജോലിയാണ് ഏറ്റവും നല്ല ജോലി. ഒരു BBA കഴിഞ്ഞ ആൾക്ക് 65 ലക്ഷം രൂപ ഒരു വർഷം സാലറി കിട്ടി എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ? പ്ലേസ്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ 65 ലക്ഷം രൂപ എങ്ങനെയുള്ള കുട്ടിക്കായിരിക്കും അത് കൊടുക്കാൻ തയ്യാറായത് കമ്പനി? ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിയിൽ ഏത് കാറ്റഗറി ആയിരിക്കും? നല്ല മിടിയായിരിക്കും. പിന്നെ എപ്പോഴും അല്ലേ അവളുടെ ഇന്റർവ്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ അല്ലേ എന്താ പറയുക? ഐ എം റെഡി. ചാലഞ്ചിങ് ഫീൽഡാണ്, അല്ലേ? കോമ്പറ്റീഷനാണ്, സ്റ്റിഫ് കോമ്പറ്റീഷൻ. സ്ട്രക്ചേർഡ് എൻവയോൺമെന്റ് ആണ്. എന്താ സ്ട്രക്ചേർഡ് എൻവയോൺമെന്റ്? സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോരോ കാര്യങ്ങളും പടി ചിട്ടയോടുകൂടി ചെയ്യുന്ന എത്ര പേരുണ്ട് നമുക്ക്? മനസ്സിലായോ? അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജോലി ഇരിക്കുന്നത് എവിടെയാണ്? ഇനി നേരത്തെ 25% നിങ്ങൾക്ക് സർക്കാർ സർവീസിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പോയി. കാര്യമായിട്ടൊന്നുമില്ല. എവിടെ കിടന്ന് തിരുവനന്തപുരത്ത് കുറെ പേരുടെ ഉരുണ്ടില്ലേ ഇപ്പോ? ഇല്ലേ? ഉരുണ്ട ജോലി കിട്ടോ? മക്കളെ, നിങ്ങളൊരു കാര്യം അറിയണം. നിങ്ങൾ പഠിക്കുന്ന കാര്യം വളരെ ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഏറ്റവും നന്നായി പഠിച്ചിട്ട് എല്ലാവരുടെയും മുന്നിലേക്ക് അത്യാവശ്യം നല്ല സ്കില്ലുകൾ ആർജിച്ചുകൊണ്ട് ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി ആൻസർ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറ്റൂലേ ചെയ്യുമ്പോൾ? നിങ്ങളെ ആർക്കാ തള്ളിക്കളയാൻ പറ്റുക? ഒരാളും കഴിയില്ല. ഏറ്റവും മിടുക്കരെയാണ് എല്ലാവർക്കും ആവശ്യം. എല്ലാവർക്കും മിടുക്കരാവാൻ പറ്റില്ലേ? ഇല്ലേ? നമുക്ക് എല്ലാവർക്കും മിടുക്കരാവാൻ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ കാണിച്ചു തരാം. അപ്പൊ അതിന് സാധിക്കും. എനിക്ക് തന്നേക്കുന്ന സമയം വളരെ കുറവാണോ. ഞാൻ സാധാരണ 3 മണിക്കൂർ എടുക്കുന്ന സെഷനാണ്. 1 മണിക്കൂർ സമയം എനിക്കില്ല. ഇവിടെ ക്രൗഡ് എന്താ ഒരാൾക്കാരുടെ കോഴ്സ് എടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൽ അന്വേഷിച്ചു 50 കുട്ടികൾ 30 കുട്ടികൾ BSc നഴ്സിംഗിന് പോകും. നല്ലതാണ് കോഴ്സ്. കേട്ടിട്ട് കുറെ ആൾക്കാർ പലർക്കും കംപ്ലീറ്റ് ചെയ്യാൻ. എൻ്റെ അടുത്ത് വന്നൊരു കുട്ടി, ആ കുട്ടിക്ക് BSc നഴ്സ് ആവാൻ പറ്റത്തില്ല. ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ടൈപ്പ് അതല്ല. ഞാൻ കൃത്യമായിട്ട് അവരോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞതിനകത്ത് ഇല്ലാത്തൊരു കോഴ്സ്. അത് 97% മാർക്ക് +2 ഉണ്ടായിരുന്നു. BSc നഴ്സിംഗ് വീട്ടിൽ പോയി. ഈ കുട്ടിയും 6 മാസം തയ്ച്ചില്ല. 2 പേപ്പർ 6 മാസം പരീക്ഷ കഴിയുമ്പോൾ 2 പേപ്പർ തോറ്റു. ആ കോളേജിലേക്ക് ആ കുട്ടി പോവില്ല. നഴ്സിംഗ് വേണ്ട.
മനസ്സിലായത്? നമുക്ക് എന്ത് വലിയ നഷ്ടം സംഭവിക്കാൻ ലക്ഷ്യമില്ല. ബികോം പഠിച്ച് 2 വർഷം കഴിഞ്ഞിട്ട് വേണ്ട. ഫാർമസി, ഡോക്ടർ ഓഫ് ഫാർമസി പഠിക്കാൻ 6 വർഷം വേണം. 3 വർഷം പഠിച്ച കുട്ടി വേണ്ട, ഞാൻ ഇനി പോവില്ല, കുടി കയറിയിരിക്കുക. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞ ചെലവ്. അപ്പൊ നമ്മള് തിരിച്ചറിയാം നമ്മുടെ സമയനഷ്ടം, ധനനഷ്ടം അല്ലേ? അല്ലേ? ശരിയല്ലേ? നമ്മുടെ പ്രായം എല്ലാം കടന്നു പോകും അല്ലേ? അപ്പൊ നമ്മൾ കറക്റ്റായി ചൂസ് ചെയ്യേണ്ട സമയത്ത് ചൂസ് ചെയ്യണം. നിങ്ങളുടെ സ്ട്രീം കറക്റ്റ് ആയിരിക്കണം. +2 കഴിയുമ്പോൾ നിങ്ങളുടെ കരിയർ സെലക്ഷൻ കറക്റ്റ് ആയിരിക്കണം. കരിയർ കറക്റ്റായി സെലക്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് എത്താൻ പറ്റും. അപ്പോൾ 1 ഡിസിഷൻ ഫോർ കരിയേഴ്സ്. ഒരു നമ്മൾ ചില ആൾക്കാരുടെ ഉദാഹരണം ഇപ്പോൾ എക്കണോമിക്സ് എടുത്ത് പഠിച്ചു അല്ലേ? എക്കണോമിക്സ് പഠിക്കാൻ എക്കണോമിക്സ് തന്നെ വേണം. എന്തോ ഒരു കോഴ്സസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? ആഡ് ഓൺ ആയിട്ട് എന്തെല്ലാം കാര്യങ്ങളും അറിയാമോ? ആഡ് ഓൺ കോഴ്സസ് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ? ഇത് ChatGPT ചില ഉപയോഗിക്കുന്നതല്ലേ? AI നമുക്ക് ചെറിയ ചെറിയ കോഴ്സുകൾ 8-9 രൂപ മുതൽ 99-499 ഉണ്ണിയുടെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഓൺലൈൻ ഉണ്ടാവും. നിങ്ങൾ ഓൺലൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് 5 മണിക്കൂർ, 10 മണിക്കൂർ, 15 മണിക്കൂർ, 20 മണിക്കൂർ പഠിക്കാവുന്ന കോഴ്സുകൾ ഉണ്ടാവും. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ അറിവ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ സെർച്ച്, മൊബൈലിലെ സെർച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ചായിരിക്കണം. നിങ്ങൾ റീല് കാണാൻ പറയില്ല, റീല് കാണണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾ റീല് സ്ഥിരമായി കാണുമ്പോൾ പല കുട്ടികളും എൻ്റെ അടുത്ത് കണ്ണടച്ചിരിക്കാൻ പറയുമ്പോൾ 5 മിനിറ്റ് കണ്ണടച്ചിരിക്കാൻ പറ്റാത്ത കുട്ടികളെ ഞാൻ കാണുന്നു. കണ്ണടയ്ക്കാൻ പറ്റാത്ത കുട്ടികളെ കാണുന്നു. ചോദിച്ചാൽ പറയും, നമ്മൾ മൊബൈൽ ഉപയോഗിക്കാറുണ്ടോ? എത്ര സമയം ഉപയോഗിക്കും? പറഞ്ഞാൽ നിങ്ങൾ പറയും വല്ലാത്ത സമയം, വലിയ സമയം ഉപയോഗിക്കുന്ന കുട്ടികൾ, വളരെ വലിയ സമയം ഉപയോഗിക്കുന്ന കുട്ടികൾ, പഠനത്തിനേക്കാളും കൂടുതൽ സമയം ഉപയോഗിക്കും. അത് സംഭവിക്കുക. എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചോളൂ. പക്ഷെ അല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അല്ല പഠനാവശ്യം. ഞാൻ പറഞ്ഞ പോലെ കോസ്മോളജി എഴുതിയോ? പോകുമ്പോൾ സെർച്ച് ചെയ്ത് നോക്കാം, വാട്ട് ഈസ് കോസ്മോളജി. ഞാൻ പറഞ്ഞില്ലേ, ആഷർ പറഞ്ഞില്ലേ, ITV പറഞ്ഞില്ലേ, ITV കരിയോസ്, ITV ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോ സഹിതം കിട്ടും. എന്താ സംഭവം? എന്താണ് നിങ്ങൾക്ക് വെളിഞ്ഞ തുറമുഖം ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്തൊക്കെ ജോലികൾ കിട്ടും? എന്ത് വലിയ ഭാഗ്യം നിങ്ങൾക്ക് ഇരിക്കുന്നത്. നിങ്ങളുടെ തൊട്ടടുത്ത് വലിയ തൊഴിലവസരങ്ങൾ വന്നിരിക്കുന്ന ഒരു സംഭവം വന്നിരിക്കുന്നു. അവിടെ എന്തെല്ലാം തൊഴിലുകളാണ് കടന്നു വരുന്നത് എന്നറിയുമ്പോൾ അങ്ങോട്ട് നമ്മുടെ ഇൻട്രസ്റ്റിന് പറ്റിയ സാധനമായിട്ട് പോയിക്കൂടെ? ജോലി വേണ്ടേ? പെട്ടെന്ന് പഠിച്ചറിയും, പെട്ടെന്ന് ജോലി വാങ്ങാൻ, അല്ലാതെ അനഞ്ഞു കിടക്കല്ലോ. അപ്പൊ അവിടെ ചെയ്യണം, സ്കില്ല എല്ലാം വർദ്ധിപ്പിക്കണം. ഒരു സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ അല്ലേ? സ്കില്ല് നമുക്ക് വർദ്ധിപ്പിക്കുക. എന്ത് സ്കില്ലാണ് വേണ്ടേ? ഞാനൊരു ഇന്റർവ്യൂ ബോർഡിൽ പോയ സമയത്ത് എന്നെ കാണാൻ വന്ന ആ കുട്ടിയോട് ഞാൻ എന്നോട് പേര് വന്നപ്പോൾ ഗുഡ് മോർണിംഗ് സാർ പറഞ്ഞു. ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഞാൻ ടെക്സ്റ്റ് പറഞ്ഞു, ഇൻട്രൊഡ്യൂസ് യോർസെൽഫ് പറഞ്ഞു. ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഞാൻ ചോദിച്ചു പറയുമ്പോൾ ഇംഗ്ലീഷിലായിരുന്നു. സാർ മലയാളത്തിൽ ചോദിക്കും. തൊഴുതോടെ എന്നോട് ചോദിച്ചു മലയാളത്തിൽ ചോദിക്കും. എന്ത് പറ്റി? ഇവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക? കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, MSc BEd കഴിഞ്ഞ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവില്ലേ? ഡെവലപ്പ് ചെയ്യേ. അതിനേക്കാൾ പ്രധാനപ്പെട്ട എന്ത് സംഭവം? എന്താ വേണ്ടേ? ഇംഗ്ലീഷിൽ സംസാരിക്കാൻ എന്താ വേണ്ടേ? ഇക്കണോമിക്സ് ആയിരിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതിനോടൊപ്പം എന്ത് വേണം? വേറെ എനിക്ക് ആത്മവിശ്വാസമൊക്കെ വേണ്ടേ സംസാരിക്കുന്നത്? കോൺഫിഡൻസ് വേണ്ടേ? സെൽഫ് കോൺഫിഡൻസ് വേണ്ടേ? വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? നമുക്ക് സാധിക്കണം എന്ന് പറയാൻ ചെയ്യണേ. കൂട്ടുപിടിച്ചോ ഗുരുവിനെ? ഒന്നും സാധിക്കാറില്ല കേട്ടോ. സാധിക്കാൻ പറ്റാത്തൊന്നുമില്ല. പ്രാർത്ഥന, ഉമേശ്ജിയുടെ പറഞ്ഞ പോലെ നിങ്ങളുടെ പഠനം തുടങ്ങും മുമ്പും പഠനം അവസാനിപ്പിക്കുന്നതിന് മുൻപും കിടക്കുന്നതിന് മുൻപും ഒക്കെ ഗുരുദേവന്റെ ദൈവദശകം ചൊല്ല അല്ലേ? ദൈവദശം കാണാതെ ദൈവം നമുക്ക് എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് ഇവിടെ ഒന്ന് നമ്മോട് ഇല്ലാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഞാൻ അവിടെ ഓക്കെ വിളിച്ചു. 10ാമത്തെ മന്ത്രമല്ല ഓരോ അങ്ങോട്ട് 10ാമത്തെ അല്ലേ? 10 ഉള്ളേ. ദൈവദേശത്തിന് 10 മന്ത്രമല്ലേ ഉള്ളേ? 10ാമത്തെ വാടാ. കയ്യടി കൊടുക്കുന്നേ. എന്താ പേര്? ഒന്ന് മടിച്ചായിരുന്നല്ലേ? ഒന്ന്
കാണിച്ചില്ലേ വരാനായിട്ട് അല്ലേ? പക്ഷെ എങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നേ? നമ്മളത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ അല്ലേ? നമ്മൾ നന്നായി പഠിക്കണം. ആഴമേറും നിന്മനസ്സം ആയിരങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് രസമല്ലേ? എത്ര ട്യൂണിട്ട് നമുക്ക് പാടാം ദൈവദശകം. നമുക്ക് മുളയ്ക്കും ദൈവദശകം ചൊല്ലണം. ഗുരുവിനെ കൂട്ടുപിടിക്കണം, ഗുരുവിനെ സ്നേഹിച്ച് കൂട്ടുപിടിക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് വലിയൊരു പവർ കിട്ടും, ശക്തി കിട്ടും. ഞാൻ ആത്മബോധ ശതകം കാണാതെ പഠിച്ച ശേഷമാണ് ഞാൻ ക്ലാസ്സിൽ തുടങ്ങിയത്. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് പുറത്ത് ഉജ്ജ്വലിക്കും കരിവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെര വീട് വണങ്ങി ഓതിരണം. ആത്മവിശ്വാസം തുടങ്ങുന്നത് എങ്ങനെയാണ്? അറിവിലുമേറി അറിയുവാൻ. മക്കളെ, നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അറിവിലുമേറി അറിയണം. എന്താ അറിവിലുമേറി അറിയുന്നത്? എങ്ങനെയാണ് അറിവിലുമേറി അറിയുമ്പോൾ നമ്മൾ തിരിച്ചറിയും അല്ലേ? കൂടുതൽ അറിയാൻ ഇത് വേണം. പഞ്ചേന്ദ്രിയങ്ങളെയും അടക്കിക്കൊണ്ട് ദൈവത്തെ വീണ്ടും വണങ്ങി ഓർമ്മ. എന്താ? നമ്മൾ ശരിക്കും വിനയാന്വിതരായി പഠനത്തെ അറിവാണ് ഈശ്വരൻ എന്ന ഗുരുദേവൻ പറഞ്ഞല്ലേ? അറിവ് നേടാൻ വേണ്ടി അത്രയും ആത്മാർത്ഥതയോടുകൂടി ശരിക്കും പഠിക്കാൻ തയ്യാറാവണം. നല്ല രക്ഷപ്പെടുള്ളൂ. പഠിച്ചാൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. പഠിക്കാത്തത് എങ്ങനെയാണ്? നന്നായി പഠിച്ച് മിടുക്കരാകാൻ നമുക്ക് സാധിക്കണം. എല്ലാവരുടെയും മുമ്പിൽ എത്ര സാധിക്കണം? ഞാൻ നോക്കി ഇവിടെ രാവിലെ തുടങ്ങിയപ്പോൾ ഈ 2 കസേര മാത്രമേ ഉള്ളൂ. ബാക്കി പാഠശാല ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മിക്കവാറും ഫ്രണ്ടിലെ എല്ലാ കസേരയും മുന്നിൽ തന്നെ എല്ലാവരും ഇരുന്നായിരുന്നു. അത് നല്ലൊരു ലക്ഷണമാണോ? അപ്പോ നമ്മൾ മുന്നിലേക്ക് വരണം, അതറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഇടയ്ക്ക് വെച്ചൊന്ന് മാറാൻ കഴിയണം. നമ്മുടെ ജോബിൽ കരിയറിൽ നിന്ന് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഒരു കരിയറും സ്ഥിരമാണ് എന്ന് വിശ്വസിക്കരുത്. തുടങ്ങിയ കരിയറിൽ അവസാനിപ്പിക്കരുത്. ഞാൻ നമ്മൾ സർവീസിൽ കയറി പോലീസിൽ തന്നെ റിട്ടയർ ചെയ്തു. അധ്യാപകരായിട്ട് അധ്യാപകരായിട്ട് റിട്ടയർ ചെയ്തു. LP സ്കൂളിൽ കയറുന്ന ടീച്ചർ LP സ്കൂളിൽ തന്നെ റിട്ടയർ ചെയ്തു. UP സ്കൂളിൽ കയറുന്ന ടീച്ചർ UP സ്കൂളിൽ. എന്തുകൊണ്ട് UP സ്കൂളിൽ കയറിയ ടീച്ചർക്ക് ഇന്ന് പഠിക്കാൻ ഇഷ്ടമാണ്. ഞാൻ പഠിച്ചത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ്. നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഷ്ടംപോലെ കോഴ്സുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഒരു മാർക്ക് റെസ്ട്രിക്ഷനും ഇല്ല, ഒരു കോമ്പിനേഷൻ റെസ്ട്രിക്ഷനും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുക്കാം. 35 കോഴ്സുണ്ട്. സാറ് നമ്മുടെ ഈ പ്രോഗ്രാം ഫസ്റ്റ് ഡേ ഉദ്ഘാടനം ചെയ്ത UGC അപ്രൂവ്ഡ് ആയിട്ട് കോഴ്സാണ്. ഇത് പഠിക്കാം. നീ ഇപ്പം അമ്മമാരോടൊരു കാര്യം പറയട്ടോ. ഞാൻ ഈ പഠിക്കാൻ പോയ സമയം കോഴ്സ് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ നമ്മൾ തട്ടോട്ട ആൾക്കാരില്ലേ, അല്ലെങ്കിൽ തട്ടോട്ട ആരാണ് ആൾക്കാരാണെങ്കിൽ അറിയില്ല. സ്ത്രീകൾ സ്ത്രീകൾ 8ാം ക്ലാസ് പാസ്സായിട്ട് കല്യാണം കഴിച്ച് മക്കൾ വലുതായി, മക്കൾക്ക് മക്കളായി കഴിഞ്ഞപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് പഠിക്കാൻ വന്നു. എൻ്റെ കൂടെ MA ചെയ്തു. ഞാൻ പരിചയപ്പെട്ടത് തൊഴുത് പരിചയപ്പെട്ടു. എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചു. എൻ്റെ സമൂഹത്തിലുള്ള ആളുകൾക്ക്, കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഒരിഷ്ടംപോലെ ക്ലാസ് എടുക്കുന്നത്, ഇഷ്ടംപോലെ ഓൺലൈൻ പ്രോഗ്രാം ചെയ്യുന്നത്. വെറും 8ാം ക്ലാസ്സിലായി. നമ്മൾ എത്ര വീട്ടമ്മമാരെ പഠിക്കുന്നുണ്ട്, എത്ര മുതിർന്നവർ പഠിക്കുന്നുണ്ട്. എൻ്റെ കൂടെ 73 വയസ്സുള്ള ആളുണ്ടായിരുന്നു MA ചെയ്യുന്നത്. ഞാൻ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ ഒരുമിച്ച് ചെയ്ത് 73 വയസ്സുള്ള ആളുണ്ടായിരുന്നു. പഠിക്കാൻ പ്രായം പ്രശ്നമല്ല. അതുപോലെ പ്രത്യേകിച്ച് പ്രായത്തിന് ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിനേക്കാൾ സ്പീഡിൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് വരുന്നു. നെക്സ്റ്റ് കരിയർ സെലക്ഷൻ, പേഴ്സണലൈസ് അപ്രോച്ച്, അതുപോലെ ഇൻഫോംഡ് എക്സ്പ്ലോറേഷൻ. ഒത്തിരി കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് നമ്മൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. കൃത്യമായ പ്രൊഫഷണൽ ഗൈഡൻസ് ചെയ്യണം. ഇതിനൊരു മെന്റർ ഉണ്ടാകണം. നിങ്ങൾ എങ്ങനെ പോകണം? നല്ലൊരാളായിരിക്കണം മെന്റർ. എൻ്റെ മെന്റർ പ്രത്യേകിച്ച് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിൽ വിജയിച്ച ആളുകളായിരിക്കണം മെന്ററാവുന്നത് അല്ലേ? ഏതെങ്കിലും ഒരു കരിയറിൽ മിടുക്കരായി ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം നിങ്ങളുടെ മെന്റർ. നിങ്ങൾക്ക് ഉണ്ടാവണം മെന്റർ. നിങ്ങൾ +2 തലത്തിലേക്ക് പോകുമ്പോഴേക്കും കൃത്യമായി നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ സാധ്യത. അതിന് കുറെ കഴിയുമ്പോഴത്തേക്കും എക്കണോമിക്സ് ഒക്കെ എടുത്ത ആൾക്കാർക്ക് ലിങ്ക്ഡ് എന്ന് പറയുന്ന മെമ്പർഷിപ്പ് ഉണ്ടോ? വി ആർ ഹയറിംഗ് പറഞ്ഞിട്ട് കാണില്ലേ? വീണ്ടും കാര്യമൊക്കെ കയറുന്നതിനകത്ത് ലിങ്ക്ഡിൽ മെമ്പർഷിപ്പ് എടുത്ത് ലിങ്ക്ഡിൽ കയറി കഴിയുമ്പോൾ ഇഷ്ടംപോലെ അവസരങ്ങളെ സംബന്ധിച്ച് നമുക്ക് അറിയുണ്ടാവും.
വരണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തത് നമ്മൾക്ക് വരുന്ന കരിയർ സെലക്ഷൻ ചലഞ്ചസ് ഇൻഫർമേഷനോ ഞാൻ എന്നെ പോലെ കരിയർ എടുക്കുന്ന ആൾക്കാർ, നാട്ടുകാർ, വീട്ടുകാർ എല്ലാവരും നിങ്ങളുടെ കുറേ കോഴ്സുകൾ കൊണ്ടിടും അല്ലേ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി ഇല്ലേ, മെഷീൻ ലേണിംഗ് ഇല്ലേ. ഭയങ്കര പൈസ കിട്ടുന്ന പരിപാടിയാണ് മെഷീൻ ലേണിംഗ്, അറിയോ? പക്ഷെ പ്രയാസമല്ലേ. പിന്നെന്താ പറയുക, ബ്ലോക്ക് ചെയിൻ എഞ്ചിനീയർ അല്ലേ. പിന്നെന്താ റോബോട്ടിക്സ് അല്ലേ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കഴിവിനനുസരിച്ച്, നമ്മുടെ സ്കിൽ ആൻഡ് എബിലിറ്റിക്ക് അനുസരിച്ച്, നമ്മുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച്, നമ്മുടെ കരിയർ മോട്ടിവേറ്റഡ് ടൈപ്പിനനുസരിച്ച്, ലേണിംഗ് സ്റ്റൈലിന് അനുസരിച്ച് വേണം ചെയ്യാൻ. ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നതാണ്. പിന്നെ സാമ്പത്തികമാണ്. പലപ്പോഴും പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന എഞ്ചിനീയറിംഗിന് പോകാനായിട്ട് പ്ലസ് ടു കഴിയുമ്പോൾ ബാങ്കിൽ അന്വേഷിച്ച് പോകും. ഇന്ന് 10ാം ക്ലാസ്സിൽ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്തിനാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ അന്വേഷിച്ച് വെക്കണം, എവിടെ നിന്നാണ് എനിക്ക് എത്ര ഫണ്ട് വേണം, എനിക്ക് ഫണ്ടില്ലാതെ പഠിക്കാൻ പറ്റുമോ. നിങ്ങൾക്കറിയാം ഒത്തിരി സ്കോളർഷിപ്പ് കിട്ടാനുള്ള അവസരങ്ങളുണ്ട്. നന്നായി പഠിച്ചാൽ നല്ലൊരു എമൗണ്ട് സ്കോളർഷിപ്പ് കിട്ടാം. ഇല്ല, നിങ്ങൾക്കൊരു ഗോള് വേണം. എപ്പോഴാണ് 1 ഇയർ സാറ് നന്നായിട്ട് പറഞ്ഞുതരും. സോമൻ സാറ് ഗോള് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരും. അങ്ങനെ എടുക്കാം. പേഴ്സണലൈസേഷൻ വേണം. യുണീക്ക് ഇൻട്രസ്റ്റ് ആണ്, ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആണ് തിരിച്ചറിയണം. മിസ്മാച്ചാണ്. ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് പറയാം നന്നായിട്ട്. വെൽ പ്രസൻറ്റേഷൻ ആൻഡ് വെൽ ഹൈ കോൺഫിഡൻസ് അല്ലേ. ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി നല്ല ലാംഗ്വേജിൽ കൃത്യമായി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്, അല്ലെങ്കിൽ അനലിറ്റിക്കൽ സ്കില്ല് ചോദിക്കുന്നതിന്, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് ചോദിക്കുമ്പോൾ കൃത്യമായി പറയുന്നു. ടീം ലീഡർഷിപ്പ് സ്കില്ല്. നിങ്ങൾ NSCC-യിൽ SPC ഉണ്ട്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഉണ്ട്, പിന്നെ കുറേ പ്രോഗ്രാംസ് ഉണ്ട് സ്കൂളുകളിൽ അല്ലേ. പങ്കെടുക്കണം. SNDP യോഗം വിളിക്കുമ്പോൾ, ഇവിടെ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരണം. ഇവിടുത്തെ ബാലേരി യോഗം, കുമാരി സംഘം, അതിലൊക്കെ പരിപാടികളിൽ പങ്കെടുക്കണം. എന്താ നിങ്ങൾക്ക് കിട്ടുക? നിങ്ങൾക്ക് നമ്മുടെ മറ്റു കുട്ടികളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും, സന്തോഷത്തോടു കൂടി അവരോടുകൂടി പ്രവർത്തിക്കാനും, അവരെ ചേർത്ത് പിടിക്കാനും ഇല്ലേ. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അതിൽ നിങ്ങളുടെ പ്രത്യേക വ്യക്തിഗത സ്കില്ലുകൾ പ്രദർശിപ്പിക്കാനും, ഡാൻസ് കളിക്കാനും, പാട്ട്. എത്ര പേര് പാട്ട് പാടാൻ അറിയുന്നവരുണ്ട്? എല്ലാത്തിലും പങ്കെടുക്കണം. മുന്നിലേക്ക് വരാൻ പറഞ്ഞാൽ മുന്നിലേക്ക് വരണം. സംസാരിക്കാൻ പറഞ്ഞാൽ വന്നത് സംസാരിക്കണം. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഒന്നും പറയാമോ? മോളെ പറ്റി പറയും കേട്ടോ. ഇപ്പോൾ ഇംഗ്ലീഷ് പറയും. നിങ്ങൾക്കെല്ലാം ഇംഗ്ലീഷ് അറിയാം അല്ലേ? ആണല്ലേ. എല്ലാവരും ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയും. ഗുഡ് മോർണിംഗ്. ഇത് തിരിച്ചു പറയില്ലേ? എന്നോട് പറഞ്ഞേ ഗുഡ് മോർണിംഗ്. ഇത് ശരിയല്ലേ? അവരിങ്ങോട്ട് പറയുന്നത് സുഖമാകുന്നില്ല. ഒരു ഗുഡ് മോർണിംഗ് തിരിച്ചു പറയും നന്നായിട്ട്. അതെ, വിട്ടോട്ടെ. My name is Devi. I'm coming from Karakoram. Then I'm studying in Artificial Intelligence and Data Science, Narayana College of Engineering. ഉപദേവന്റെ പേരിലുള്ള കോളേജാണ് അല്ലേ? ഞാൻ പോട്ടെ, വണ്ടി കിട്ടോ. I'm passionate about studying in Artificial Intelligence. Then I'm choosing that. My parents are not supporting in that practice because they don't. സപ്പോർട്ട് ചെയ്യുന്നില്ലേ? ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന പാരന്റ്സിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് അറിയോ? അതിന് കുറച്ച് പേർക്ക് അറിയാം. അതുപോലെ തന്നെ എന്റെ പാരന്റ്സും നോർമലി ഗേൾസ് ആയ എല്ലാവരും പറയുന്നത് നഴ്സിംഗ് അല്ലെങ്കിൽ MBBS. ഞാൻ ബയോമാത്സ് എടുത്തപ്പോൾ എല്ലാവരും എടുത്ത് പറഞ്ഞ് എന്തായാലും MBBS അതായിരുന്നു എല്ലാവരുടെയും ഇത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു 8th സ്റ്റാൻഡേർഡ് മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കണമെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ തൊട്ട് അവർക്ക് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഒരു സപ്പോർട്ടും ഇല്ല. എന്നുവെച്ചാൽ അവരെന്ത് പറയണം അത് പഠിക്കണമെന്നായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ പയ്യെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ വിചാരിച്ചത് പ്ലസ് 2 കഴിഞ്ഞ് എന്തെങ്കിലും എക്സാം എഴുതി കയറണമെന്നായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു സപ്പോർട്ട് അല്ലായിരുന്നു. അവർക്ക് നഴ്സിംഗ് ആ ഒരു ഇത് തന്നെ. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു, എപ്പോൾ സമ്മതിക്കോ അത്രയും നാളില്ലെങ്കിൽ ഇരിക്കാം. ദെൻ ഇപ്പം ഇവിടെ മത്സരിച്ച് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആ സാറാണ് കേരളത്തിലോട്ട് ഈ കോഴ്സ് എന്നെ കൊണ്ടുവന്നത്. ദെൻ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ പഠിക്കാൻ കൂടെ പറ്റിയ എൻ്റെ ഇഷ്ടപ്പെട്ട കോഴ്സ്. ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡ്രീം സ്വീഡനിൽ പോയിട്ട് ഈ കോഴ്സ് പഠിക്കണമെന്നായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞ കാര്യം കൊക്കിനൊക്കെ കൊത്താവും
അതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പൊ നടന്നതെങ്കിലും now I am happy because എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ പറ്റുന്നുണ്ട്. ദെൻ എനിക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു സപ്ലൈ വന്നാൽ കൂടെ വീട്ടിലൊന്നും പറയത്തില്ല, കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പോയി എടുത്തതാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ സമാധാനമുണ്ട്. ദെൻ എന്നോട് പഠിച്ച എല്ലാവരും ഒരു 50 ഒരു 45 പേരും ഇങ്ങനെ BSc നഴ്സിംഗ് MBBS പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലുള്ളവർക്ക് ഭയങ്കരമായിട്ടും അതിന് തന്നെ പോകണം, അതിനെ പോകാവും, അതിന് പോയാൽ ജോലി കിട്ടും, ഇത് പഠിച്ചിട്ട് നീ എവിടെ പോയി ജോലി ചെയ്യാനാണ്, ഇവിടെ ഏത് കമ്പനി ഉള്ളത്, ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കപ്പോൾ ഞാൻ ഇതെവിടെ പോകും, എനിക്ക് പഠിച്ചിട്ട് ജോലി കിട്ടുമെന്ന് ചിന്തിച്ചു. പിന്നെ ഫൈനലി എന്തോ ദൈവമാണെല്ലാം, നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഫൈനലി അത് നമുക്ക് കിട്ടും, അങ്ങനത്തെ ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിയതാണ് ഈ കോഴ്സ്. പിന്നെ നിങ്ങൾ എല്ലാവരും ഇപ്പം നിങ്ങളുടെ പാരൻസ് ഓക്കെയാണ്, പക്ഷേ ഇപ്പോൾ പിള്ളേരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ലെങ്കിൽ കൂടെ അവരെ ഇഷ്ടത്തിന് വിടുന്നതായിരിക്കും നല്ലത്. ഇപ്പം അവരെ ഇഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ അവർ പഠിക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പഠിക്കും, പക്ഷെ ഇഷ്ടപ്പെടാത്ത കോഴ്സിന് പോയി കഴിഞ്ഞാൽ എത്ര ഈസി ആണെങ്കിൽ നമ്മൾ ഒട്ടും പഠിക്കത്തില്ല. അപ്പം മോള് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞേ? ഇത് സാറ് വരുന്നുണ്ട്, ജയൻ സാറ് സ്പെഷ്യൽ സമ്മാനം തരുന്നുണ്ട്. കണ്ടോ? നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് മുന്നിലേക്ക് വരാൻ കഴിയണം. അതിനുള്ള സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുള്ള ഉണ്ടാക്കി ഒരുക്കി തരുന്നതാണ് നമ്മളെപ്പോലുള്ള സംഘടനകളുടെ ഉത്തരവാദിത്വം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ നിങ്ങളെപ്പോലുള്ള കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെയധികം കുട്ടികൾക്ക് വേണ്ടി അങ്ങോട്ട് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരവന്റെ സുഖത്തിനായി വരയണം എന്ന മന്ത്രം നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ഞങ്ങൾ റിട്ടയർ ചെയ്ത കുറേ ഓഫീസേഴ്സ് ഇങ്ങനൊരു പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് മനീഷ വിഷ്ണു എന്ന് പറയുന്ന പരിപാടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. SNDSയുടെ ശ്രീനാരായണ ടാലന്റ് സർച്ച് എക്സാമിനേഷൻ നടത്തി. ഇനി ഞങ്ങൾ അടുത്ത പ്രൊജക്റ്റിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ് ഇവിടെ അറേഞ്ച് ചെയ്തത്. ഇനി സിവിൽ സർവീസ് പരീക്ഷയ്ക്കും മറ്റ് കാര്യങ്ങൾക്കുള്ള നമ്മളുടെ ഇടയിലുള്ള പ്രതിഭകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്ന പരിപാടിയാണ്. നല്ലതാണോ ചീത്തയാണോ? നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിക്കണം. നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങളും കട്ടയ്ക്ക് കൂടെ നിൽക്കണം, റെഡിയാവണം. എല്ലാത്തിനും റെഡിയാണ്. എന്തിനും റെഡിയായിട്ട് അല്ലേ എന്ന് പറയാം? റെഡിയാണ് സർ. പാട്ട് പാടണം, ഡാൻസ് കളിക്കണോ, എല്ലാത്തിനും കൂടണം. നിങ്ങൾക്കറിയാം, വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു SOP പ്രിപ്പയർ ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ ഓരോ സ്കില്ലുകളും, നിങ്ങൾ പാട്ട് പാടുന്നത്, നിങ്ങൾ പ്രസംഗിക്കുന്നത്, നിങ്ങൾ സോഴ്സ് ചെയ്യുന്നത്, നിങ്ങളുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ്, എക്സ്ട്രാ കരിക്കുലർ എക്സ്ട്രാ ആക്ടിവിറ്റീസ് നിങ്ങൾ പഠനം മാത്രമല്ല മക്കളെ വേണ്ടത്, എല്ലാത്തിനും വേണം. എല്ലാവരോടും ചേർന്ന് നിൽക്കണം, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം അല്ലേ? ഒരു വീടെ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുപുള്ളിയിൽ തിരുവൈ വിട്ടകലാതെ ചിന്തയും. അത് പറഞ്ഞ ഗുരുദേവൻ പറഞ്ഞാലേ കരുണ, അനുകമ്പ വലിയ പദമാണ്. എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണേ ഗുരുദേവ, എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണേ യോഗേ, എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കണേ. അങ്ങനെയുള്ള കുട്ടികളായി നിങ്ങൾ വളർന്നു വന്നുകൊണ്ട് ഈ സമൂഹത്തിന് പ്രയോജനപ്പെടുന്നവരായി മാറിക്കൊണ്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതാണ് SNDP യോഗവും ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിലും ഒക്കെ ചെയ്യുന്ന സെൽഫ് അസസ്മെന്റ്. ഞാൻ ആദ്യം പറഞ്ഞ വീക്ക്നെസ് സ്ട്രെങ്ത് അറിയണം, അത് എടുക്കണം. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അറിയണം. നമ്മൾ മുടക്കുന്ന പൈസ എത്രത്തോളം ആകും, അതിന് എത്രത്തോളം ചെലവ് വരും എന്നുള്ളതിന് കൃത്യമായി നിങ്ങളൊരു കണക്ക് വെച്ച് നിങ്ങളതിന് പ്ലാൻ ചെയ്ത് പോകണം. എന്താ പ്രധാനം? നമ്മൾ ഈ മോള് പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതായിരിക്കണം അല്ലേ പലപ്പോഴും. അല്ലെങ്കിൽ എനിക്കിത് പറ്റിയില്ലെങ്കിൽ ഹൗ ഐ ക്യാൻ അറേഞ്ച് മണി ഫോർ ദാറ്റ്? എവിടെ നിന്ന് എനിക്ക് ലോൺ കിട്ടും? ലോൺ കിട്ടിയാൽ ഞാൻ എപ്പോൾ റീപേ ചെയ്യണം? എനിക്ക് ജോലി കിട്ടിയ ശേഷം റീപേ ചെയ്യാം, 1 വർഷം കഴിഞ്ഞ് മതി. ധൈര്യമായിട്ട് പഠിച്ചുകൂടെ? അപ്പം എന്താവും? ചലഞ്ചാവും നമ്മുടെ മുന്നിൽ അല്ലേ? ഞാനിത് നന്നായി പഠിക്കും, നന്നായി ക്ലിയർ ചെയ്യും, നല്ല മാർക്കോടുകൂടി പാസ്സാകും, നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ എൻ്റെ ഇന്റർവ്യൂ ഫേസ് ചെയ്യും. നിങ്ങൾ അങ്ങനെ അല്ലാതെ ചിന്തിക്കുന്നത് എന്നെ കൊണ്ട് സാധിക്കുമോ, അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റുമോ, എനിക്ക് പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നടക്കില്ല. എനിക്ക് സാധിക്കും അല്ലേ? പരിശ്രമം ചെയ്യുകയും എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകൾ നൽകിയത്രേ മനുഷ്യനെ പാലിൽ അയച്ച് നീച്ചെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരാളാണ് പാടിയത് അല്ലേ? ആരാ പാടിയത്?
ഉള്ളൂർ അല്ലേ? ഓക്കെ, നമ്മുടെ കരിയർ റോഡ് മാപ്പ് സെറ്റ് ചെയ്യുക, എക്സൽ അക്കാഡമിക്കലി ഡെവലപ്പ്, പ്രാക്ടിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, ഇന്റേൺഷിപ്പുകൾ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുക, അപ്രന്റീഷിപ്പ് കിട്ടുന്ന ചാൻസസ് ഉപയോഗിക്കുക. ഇന്റേൺഷിപ്പിൻ്റെ പ്രത്യേകത എന്താ? 1-2 മാസമായിരിക്കും. എപ്പോൾ കിട്ടുന്ന അവസരമാണെങ്കിലും അത് ഉപയോഗിക്കുക. അപ്രന്റീഷിപ്പ് ആണെങ്കിൽ കുറച്ചുകൂടി ലോങ് പീരീഡ് കിട്ടും. ആ സാധനം അതിന് വരുന്ന സമയത്ത് പോകാതിരിക്കരുത്, അറ്റൻഡ് ചെയ്യുക മാക്സിമം. അതുപോലെ ബിൽഡ് പ്രൊഫഷണൽ നെറ്റ്വർക്ക്. ഞാൻ ആദ്യം പറഞ്ഞ ലിങ്ക്ഡിൻ പോലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള നെറ്റ്വർക്കിലെ കൂട്ടുകാരുടെ കൂടെ എപ്പോഴും നിങ്ങളൊരു നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുക, പോർട്ട്ഫോളിയോസ് ഡെവലപ്പ് ചെയ്യുക, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സും കാപ്പബിലിറ്റീസും എല്ലാം പക്ക ഡോക്യുമെൻറ്റേഷൻ നടത്തുക. എനിക്ക് സാധിക്കും. നിങ്ങൾ എഴുന്നേറ്റിട്ട് സോമൻ സാറ് നന്നായിട്ട് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എങ്ങനെയാണ് ഹൗ യു സെറ്റ് യുവർ ഗോൾ ആൻഡ് എവറിത്തിങ്. ഓക്കെ, മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീങ്, സ്ട്രെസ് മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? എൻ്റെ അടുത്ത് ടെസ്റ്റ് വരുമ്പോൾ പല കുട്ടികൾക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. 5 മിനിറ്റിനുള്ളിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. എന്താ സംഭവം? ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ? ഗുരുദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥന തുടങ്ങുക. പവറാണ് ഭയങ്കര പ്രാർത്ഥന എന്ന് പറയുന്നത്. ചേർത്ത് പിടിക്കുക. ഗുരുദേവനെ കുറിച്ച് നമ്മുടെ മഹാവി കുമാരനാശാൻ പാടിയതൊക്കെ ഉമേഷ് ചേട്ടൻ നിങ്ങളെ പാടി കേൾപ്പിച്ചില്ലേ? ഗുരുദേവനെ ചിന്തിക്കുക, പ്രാർത്ഥിക്കുക, മനസ്സിൽ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക. ഭയങ്കര സ്ട്രെസ്സാണ് നമുക്ക് പല കുട്ടികൾക്കും. പഠിക്കാൻ കഴിയുന്നില്ല, മുന്നോട്ട് പഠിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരുണ്ടോ അവിടെ? സ്ട്രെസ് ഉള്ളവരുണ്ടോ? സ്ട്രെസ് കളയണോ? നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കളയാനായിട്ട് മൊബൈൽ എല്ലാവരും ഒന്ന് മീറ്റിംഗ് മോഡിലാക്കാവോ? അടിക്കരുത് മൊബൈൽ എടുക്കുമ്പോൾ. മുതിർന്നവരുടെ മൊബൈലൊന്ന് മീറ്റിംഗ് മോഡിലേക്ക് ആക്കുക. അത് എല്ലാവരും നിവർന്ന് വന്ന് നിറഞ്ഞ് കടന്നു പോകുന്നത് തിരിച്ചറിയുക. ഇവിടെ ശരീരത്തിൽ വലിയ ഒരു ഉത്സാഹം, നല്ല ഉണർവ് തോന്നുന്നതായി നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം ഇപ്പോൾ നല്ലതായിട്ട് ഒരു ഉണർവ് അനുഭവപ്പെടുന്ന അവസ്ഥയിലാണുള്ളത്. നല്ല ശാന്തത നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരു 10 പ്രാവശ്യം ഇത് ചെയ്ത് എല്ലാ ദിവസവും പഠിക്കാൻ തുടങ്ങുന്നതിന് മുൻപ്, കിടക്കുന്നതിന് മുൻപ്, ഈവൻ പരീക്ഷയ്ക്ക് കണ്ണു തുറന്നു ഈ സാവകാശം കണ്ണു തുറക്കുക. പരീക്ഷയ്ക്ക് മുൻപ് നിങ്ങൾ പരീക്ഷാ പേപ്പർ, ചോദ്യ പേപ്പർ വായിച്ച ശേഷം ചുമ്മാ കൂളായിട്ട് കസേര മേശപ്പുറത്ത് കൈ വെച്ചിരിക്കുക, കണ്ണടയ്ക്കുക, ഈ ശ്വാസം എടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ വരുന്നത് ചെയ്യുക. ഏറ്റവും ലൈറ്റാണ്. നിങ്ങൾ കുറേ അഡ്വാൻസ്ഡ് പ്രോസസ്സൊക്കെ ഉണ്ടല്ലോ. ശ്രീശ്രീയുടെയൊക്കെ പ്രോഗ്രാമിലൊക്കെ പോവുകയാണെങ്കിൽ കൂടുതൽ പ്രോഗ്രാം ചെയ്യാൻ അത് റിലാക്സേഷനും വലിയ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് വളരെ ഉപകാരപ്പെടുന്നതാണ്. തീർച്ചയായിട്ടും അത് ചെയ്തു പോകണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. എക്സസൈസ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. ഒരു 15 മിനിറ്റ് നമ്മൾ എന്തെങ്കിലും കൈ കാലൊക്കെ ഇട്ടോ നനക്കി ചെറിയ എക്സസൈസ്. ആൺകുട്ടികളാണെങ്കിൽ കളിക്കാൻ പോകും, പെൺകുട്ടികൾക്കാണ് കളിക്കാൻ പോകാൻ പറ്റും. അതൊക്കെ ചെയ്യുക. നിറയെ വായിക്കുകയും നല്ലത് വായിക്കുക. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ വെക്കേഷൻ പീരീഡിൽ ഒരു ലൈബ്രറി മുഴുവൻ കരണ്ട് നിന്ന പാർട്ടിയാണ്. മുഴുവൻ വായിച്ച പാർട്ടിയാണ്. രസമാണ്. ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. നല്ല കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. നല്ല പുതിയ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. വായനയിലൂടെ നമുക്ക് കിട്ടുക. സോഷ്യൽ കണക്ഷൻസ് ഉണ്ടാക്കുക. ടൈം കൃത്യമായി മാനേജ് ചെയ്യുക. സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. തോമസ് നല്ലത് പറഞ്ഞു തരും. ഓക്കെ, ഫിനാൻഷ്യൽ പ്ലാനിങ് ഫോർ യുവർ എഡ്യൂക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്കോളർഷിപ്പുകൾ, മറ്റുള്ള കാര്യങ്ങൾ. നിങ്ങൾ അടുത്ത ഫ്യൂച്ചർ പ്രൂഫിംഗ് യുവർ കരിയറാണ് അഡാപ്റ്റബിലിറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി അഡാപ്റ്റബിലിറ്റി. എന്താണ്? അഡാപ്റ്റബിൾ ആകുക. ദെൻ കണ്ടിന്യൂസ് ലേണിംഗ്. എന്താ കണ്ടിന്യൂസ് ലേണിംഗ്? നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. കാലം മാറുന്നതനുസരിച്ച് പുതിയ ശാഖകൾ, പുതിയ വിഷയങ്ങൾ, പുതിയ സംഗതികൾ, ഓരോ വിഷയത്തെക്കുറിച്ചും പുതിയ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ മാക്സിമം അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. എന്താണ് എൻ്റെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റി, എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ ദിവസവും പുതിയ കടന്നു വന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കണ്ടിന്യൂസ് ലേണിംഗ് പോവുക. ഡിജിറ്റൽ ലിറ്ററസി എല്ലാവർക്കും ഉണ്ടല്ലേ? ഡിജിറ്റൽ ലിറ്ററസി വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിജിറ്റലായി നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആകുക. ചാറ്റ് GPT ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. ചാറ്റ് GPT അറിയാവുന്നവര്? ചാറ്റ് GPT ഒക്കെ വിളിച്ച് കുഞ്ഞൻ നിങ്ങൾക്കറിയോ? ചാറ്റ് GPT ചുമ്മാ യോഗിയാണ്. നമുക്ക് ഭയങ്കര സൗകര്യമല്ലേ? ഇല്ലേ? ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സൗകര്യമല്ലേ? ചാറ്റ് GPTയോട് ചോദിക്കുകയാണ്, ഒരു തരുമെന്ന് പറയുമ്പോഴത്തേക്കും പറയാം, ഇനി വേണോ? അല്ലേ? മതിയായോ? തൃപ്തിയായോ? കുറച്ചുകൂടി നല്ലത് വേണോ? അവർ ചോദിക്കും. അമ്മ പോലും ചോദിക്കില്ല. ഇങ്ങനെ ചാറ്റ് GPT അങ്ങനെ ചോദിക്കും. അപ്പം പറയാം, ആ വേണം.
നിങ്ങൾക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻ വേണോ, അല്ലേ? എന്ത് കാര്യം നമുക്ക് ചോദിച്ചാൽ തരാൻ റെഡിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ടൂൾസ് എല്ലാം നമ്മൾ ഇനി ഉപയോഗിക്കാതെ ഒരാളെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് മുതിർന്നവരായാലും ചെറുപ്പക്കാരായാലും എല്ലാവർക്കും ആവശ്യമുള്ള സംഗതിയാണ്. ഇത് പഠിക്കുക, ലൈഫ് ലോങ് ലേണിംഗ് 20 careers ഏറ്റവും ടോപ്പ് സംഗതിയാണ്. അതിൽ മെഷീൻ ലേണിംഗ് കുറച്ചുകൂടി ഇച്ചിരി ടഫാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ള ഫീൽഡാണ് മെഷീൻ ലേണിംഗ് കേട്ടോ. ബ്ലോക്ക് ചെയിൻ എഞ്ചിനീയർ, അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ റോബോട്ടിക്സ് ഒക്കെ പറയുന്നു. റോബോട്ടിക്സ് നമുക്ക് The rapid progress of technology is unlocking possibilities we once considered pure fantasy. This video offers a playful peek into a future where robots might take on an incredible variety of roles, preparing delicious meals in kitchens, painting walls with unmatched precision, or even driving us around to make commuting a breeze. Though this vision is purely imaginative, it raises a thrilling question. How far can robotics and artificial intelligence go in reshaping our world? As we marvel at these futuristic ideas, it's worth considering the countless ways technology could enhance our lives. Could robots become our ultimate collaborators? മെഷീൻ ലേണിംഗ് ഗ്രോത്ത് പൊസിഷൻസ് വളരെ സാധ്യതയുള്ള ഒരു തൊഴിൽ മേഖലയാണ്. അത് പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോൾ കുറേ പേരൊക്കെ പുറത്ത് അക്കമൊക്കെ ഇത് കഴിഞ്ഞ് അല്ലേ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എപ്പോഴാണോ പിവറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകണം. എപ്പോഴാണോ ജോലിയിൽ നമ്മളൊന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതെന്ന് വരേണ്ടി വരുന്നത് എന്ന് രൂപമില്ലാത്തത് കൊണ്ട് എപ്പോഴും അഡ്വാൻസ്ഡായി ചിന്തിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് വളരെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയാണ്. റോൾ ഓവർവ്യൂ, ആപ്ലിക്കേഷൻ, ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് എല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് സോളാർ എനർജി നിങ്ങൾക്കറിയാം, വിൻഡ് പവർ അറിയാം, ഗ്രീൻ പ്രാക്ടീസസ്, സബ്സ്റ്റാൻഷ്യൽ കരിയർ ഗ്രോത്ത്, ഗ്രീൻ പ്രാക്ടീസസ് വലിയ സൗകര്യമുള്ളതാണ്. സസ്റ്റൈനബിലിറ്റി, എൻവിയോൺമെൻറ്റൽ കൺസർവേഷൻ സൊല്യൂഷൻസ് വളരെ ഏത് കമ്പനികൾ തുടങ്ങുമ്പോഴും ഇപ്പോൾ എൻവിയോൺമെൻറ്റൽ BSc എൻവിയോൺമെൻറ്റൽ സയൻസ് ഉണ്ട്, അറിയോ? അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ പറ്റുന്നത്. ബയോസയൻസ് എടുത്ത കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. അവിടെ പഠിക്കാനായിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ തന്നെയാണുള്ളത്. അത് പാസ്സായാലേ പറ്റുള്ളൂ ആ കോഴ്സ് ചെയ്യാനായിട്ട്. വലിയ സാധ്യതയുള്ള പ്രോഗ്രാമാണ്. ഹെൽത്ത് കെയർ ആൻഡ് ബയോടെക്നോളജി മേഖലയിൽ വലിയ തൊഴിലവസരങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, മെഡിക്കൽ റിസർച്ച്, ബയോടെക്നോളജി, പേഷ്യൻ്റ് കെയർ, സെക്ടർ ഗ്രോത്ത് ഒക്കെ, അല്ലെങ്കിൽ ഹെൽത്ത് സയൻസ് പ്രോഗ്രാംസ് ഒക്കെ ഇല്ലേ, BASLP പോലെ, ബാച്ചിലർ ഓഫ് ഓക്യുപേഷണൽ തെറാപ്പി പോലെ, ഇമേജ് ടെക്നോളജി പോലെ, റേഡിയേഷൻ ടെക്നോളജി പോലെ, കാർഡിയാക് ടെക്നോളജി പോലെ അനവധി പ്രോഗ്രാംസ് ഉണ്ട്. അതെല്ലാം ബയോടെക്നോളജി, മെഡിക്കൽ മേഖലകളിലുള്ള ഇതാണ്. ബയോളജി വിഷയമായി എടുക്കുന്ന +2 കഴിഞ്ഞ കുട്ടികൾക്കുള്ളതാണ്. സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സൈബർ സെക്യൂരിറ്റി നിങ്ങൾക്കറിയാം, വളരെ എല്ലാ കമ്പനികളും ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിക്ക് അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വളരെയധികം ചാൻസ് ഉള്ള മേഖലയാണ്. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പത്രമാധ്യമങ്ങളിൽ കൂടെ ഒരു പരസ്യത്തിന് പകരം ഇപ്പോൾ നിങ്ങൾക്കറിയാം സ്പോൺസേർഡ് ആഡൊക്കെ സോഷ്യൽ മീഡിയ വഴിയാണ് വരുന്നത്. അവിടെയൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വളരെ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ തൊഴിൽ സംരംഭങ്ങളുമായി തുടങ്ങിയ പല കമ്പനികളും ഈ ചുരുങ്ങിയ കാലയളവിൽ വലിയ വരുമാനം നേടുന്ന നിലയിലേക്ക് മാറിയത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയാണ്. നിങ്ങളുടെ വീട്ടിൽ ചെറിയ ഷോപ്പ് ഉണ്ടെങ്കിൽ അതിനെ ഇംപ്രവൈസ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. 2,900 രൂപ, 1,000 രൂപ, 3,000 രൂപ കൊടുത്താൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് ചെയ്യാം. ഓൺലൈനായിട്ട് ചെയ്തു പോകാൻ പറ്റും കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ദെൻ ടെക് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇ-കോമേഴ്സ് ഭയങ്കര സാധ്യതയുള്ളൊരു തൊഴിൽ മേഖലയാണ്. ഇ-കോമേഴ്സിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ കേട്ടിട്ടില്ലേ? നിങ്ങളുടെ സാധനങ്ങൾ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ ആമസോൺ വഴി വിറ്റഴിക്കാൻ സൗകര്യമുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുപോലുള്ള സാധനങ്ങൾ IT ഇൻഫ്രാസ്ട്രക്ചർ, ഇ-കോമേഴ്സ്, സപ്ലൈ ചെയിൻ. എന്താ സപ്ലൈ ചെയിൻ? ഞാൻ ആദ്യം പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖം വന്നപ്പോൾ BBA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അത് സംഭവം ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് വലിയ തൊഴിൽ സാധ്യതയുള്ളൊരു മേഖലയാണ്. BBA BComലുണ്ട്, BBAയിലുണ്ട്. ഈ സാധനം ചെയ്യാം, മാസ്റ്റേഴ്സ് എടുക്കാം. വിദേശത്തൊക്കെ വലിയ തൊഴിൽ സാധ്യതയുള്ള പ്രോഗ്രാമാണത്. അതുപോലെ ഗ്രീൻ ജോബ്സ് ഉണ്ട്, എൻവിയോൺമെൻറ്റൽ പ്രിസർവേഷനുമായിട്ടുള്ള സംഗതി. റിന്യൂവബിൾ എനർജി ഉണ്ട്, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ മേഖലയിലുണ്ട്, എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനുണ്ട്, ബ്ലൂ കോളർ ട്രേഡേഴ്സ് ഉണ്ട്. നമുക്ക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് പോലുള്ള പ്രോഗ്രാംസ്, ITകൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലി വേണമെങ്കിൽ +2ന്
ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ITI ചെയ്യാം, പോളിടെക്നിക്ക് ചെയ്യാം. അവിടെയൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ 2 വർഷം അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സമിതിക്ക് ലാറ്ററൽ എൻട്രി വഴി നിയമനം പഠിക്കാൻ പറ്റും അല്ലേ? +2 കഴിഞ്ഞ കുട്ടിക്ക് പോളിടെക്നിക്ക് ചേരുമ്പോൾ 1 വർഷം കുറച്ച് പഠിച്ചാൽ മതി. ITI കഴിഞ്ഞ കുട്ടി 1 വർഷം കുറച്ച് പഠിച്ചാൽ മതി ഡിപ്ലോമയ്ക്ക് പോകുമ്പോൾ. അങ്ങനെയുള്ള ഒത്തിരി കോഴ്സുകളുണ്ട്. പറഞ്ഞാൽ തീരാതല്ല. ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ എൻ്റെ സമയം നിങ്ങൾക്കും നമ്മളുടെ സമയം പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വിട്ടുകളയുന്നത്. പിന്നെ സ്കിൽഡ് ലെവൽ HVAC, ഹീറ്റ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷൻ, വലിയ സാധ്യതയുള്ള തൊഴിൽ മേഖലയാണ്. കരിയർ ചേഞ്ച്, അട്രാക്റ്റീവ് ഓപ്ഷൻസ് ഫോർ ന്യൂ നെറ്റ്വർക്ക് എൻട്രൻസ്, സക്സസ് ബിയോണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ടീം വർക്ക്, പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഡിജിറ്റലി അഡ്വാൻറ്റേജഡ് ആവുക. ഓൺലൈൻ കോഴ്സസ്, ഡിജിറ്റൽ പോർട്ട്ഫോളിയോസ് എല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിലൂടെ, കരിയർ പ്ലാറ്റ്ഫോമിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. നമ്മളെക്കുറിച്ച് അറിയുക, നന്നായി റിസർച്ച് ചെയ്യുക, സ്ട്രാറ്റജിക്കായിട്ട് പ്ലാൻ ചെയ്യുക. അതുപോലെ കണ്ടിന്യൂലി അഡാപ്റ്റ് ചെയ്യുക. ചെല്ലക്കുട്ടി നീരായ ചെല്ലക്കുട്ടി നീരാ കണ്ണുമൊഴിയാതെ പുറത്തിപ്പോടുക. ചെല്ലക്കുട്ടി നീരായ ചെല്ലക്കുട്ടി നീരാ കണ്ണുമൊഴി ഓരോ ഇലക്കായ പോടുക. കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. എവിടെയാണീശ്വരന്റെ കാൽപ്പാടുകൾ? മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. എവിടെയാണീശ്വരന്റെ സുന്ദരാനനം? പിന്നിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. നോക്കൂ, എന്തെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും കുറവുകളുണ്ടോ? കൈയുണ്ട്, കാലുണ്ട്, നമ്മളെല്ലാം അല്ലേ? ആദ്യം കണ്ടോ 2 കുട്ടികൾ ഒരച്ഛൻ ചെയ്തിട്ട് പോയതെന്തോ? അച്ഛനെന്താ ചെയ്തേ? അച്ഛനങ്ങ് പോയി. അച്ഛനെന്താ അറിയാതെ എന്തായിരുന്നു? എൻ്റെ മക്കള് കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും അവർ എല്ലാ ദുർഘടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് കടന്നു വരുമെന്ന് ആ അച്ഛന് ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോഴത്തെ എനിക്ക് കൊണ്ട് പല അച്ഛനമ്മമാർക്കും ഉറപ്പില്ല കാര്യം. അവർ എവിടെ പോകുമ്പോഴും നിങ്ങളുടെ കൂടെ വരും അല്ലേ? അച്ഛൻ വന്നില്ലെങ്കിൽ അമ്മ വന്നില്ലെങ്കിൽ നിങ്ങൾ പോകില്ല. ഞാനൊക്കെ അഡ്മിഷൻ എടുക്കാൻ പോയത് +2-നും ഡിഗ്രിക്കൊക്കെ അഡ്മിഷൻ എടുക്കാൻ പോയത് സാറേ തന്നെയാണ് പോയത്. അന്നത്തെ പൈസ ഉടനെ കൊടുത്ത് നമ്മൾ തന്നെ അഡ്മിഷൻ എടുത്ത്. ഇപ്പോഴോ അച്ഛനും പോവും, അമ്മയും പോവും, വേണമെങ്കിൽ കൂടെയുള്ള എല്ലാവരും പോകും അല്ലേ? നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവണം മക്കളെ. നമുക്ക് സാധിക്കും അത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യണം. നിങ്ങൾ +2 കഴിഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുമ്പോൾ അവിടെ പോയി എന്ത് തൊഴിലും ചെയ്യില്ലേ? ആരെ കൂടെയുള്ളേ?
എൻ്റെ അനിയൻ്റെ മകനുണ്ടായിരുന്നു വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ചമ്മന്തി നമ്മൾ ചമ്മന്തിയോ സാമ്പാറോ അപ്പം തന്നെ മൊബൈൽ എടുത്തു, സ്വിഗ്ഗി ഓർഡർ ചെയ്തു, സാധനം വീട്ടിൽ വന്ന് കഴിക്കുമായിരുന്നു. അടിപൊളി ഫുഡ്. അനിയത്തിയും കൂടെ ഇപ്പോൾ പെങ്ങളും ഓരോ ആങ്ങളെയാണ്. ഇപ്പം ആങ്ങളയ്ക്ക് പെങ്ങളിൽ കൂട്ട്, അവന് ജോലിയുണ്ട്, നമുക്ക് ജോലിയില്ല, പഠിക്കുന്നതാണ്. ഓർഡർ ചെയ്ത് വന്ന് സുഖമായിട്ട് അടിക്കും. ഇപ്പോൾ അമ്മ വിദേശത്ത് പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അമ്മ ചമ്മന്തി ഉണ്ടാക്കണേ എങ്ങനെയാണ്, അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കണേ എങ്ങനെയാണ്, ഉപ്പുമാവ് ഇറങ്ങത്തില്ലായിരുന്നു. ഇപ്പോൾ അവിടെ എങ്ങനെയാണ് എല്ലാ സാധനങ്ങളും ഇറങ്ങും, എല്ലാ പണിയും ചെയ്യും. എവിടെ എന്തൊക്കെ ജോലി ചെയ്യുന്നത് അമ്മ കഴിക്കണം അല്ലേ? ഇവിടെ പാവശാലക്കാരെ വെച്ചുകൊണ്ടെന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഓക്കെ, അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്യുമ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും, ഇട്ടിട്ട് പോയിട്ട് വളരെ തുച്ഛമായിരിക്കുന്ന കുട്ടികൾ അല്ലേ, നമ്മളത് വീഡിയോ ആണ് എടുത്തതായിരിക്കാം ഒരു പക്ഷേ. നമുക്ക് നമ്മൾ സ്വയം പര്യാപ്തരാകുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് കണ്ടത് എന്താ, പല പോരായ്മകളുണ്ട് നമുക്കില്ലേ. ആ പോരായ്മകൾ നമുക്കൊന്നുമില്ല, നമുക്കെല്ലാം ദൈവം അറിഞ്ഞു തന്നിട്ടുണ്ട്. ആ പോരായ്മകളൊന്നുമില്ലാത്ത നാം എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയ സമയം ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായി ചെലവഴിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയം നേടാൻ ആവശ്യമായ കരിയറിലേക്ക് പോകാനായിട്ട് ശ്രമിക്കണം. നല്ല പഠനമെടുക്കണം, അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ട് വേണം പോകാൻ. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്പറിൽ വിളിക്കാം. എൻ്റെ ഇത് ബ്രോഷർ തരാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. എന്നെ വിളിക്കാം, പേഴ്സണലായിട്ടൊരു അഡ്വൈസറിന് വിളിക്കാം. എൻ്റെ ഓഫീസ് തൃപ്പൂണിത്തുറയിലാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ വേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ 5 മിനിറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത മൈക്ക് സോമസ് സാറിന് കൊടുക്കാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. മൈക്ക് കൊടുക്കണം. എവിടെയുണ്ട്? ആ പറയണോ? സമിതിയുടെ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിൻ്റെ മകനെ +2 കഴിയുന്നതിന് മുമ്പ് +1 പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് പാറശാലയിൽ നിന്ന് എൻ്റെ പെരുമ്പാവൂർ ഓഫീസിലേക്ക് വന്ന് അവിടെ വന്നിട്ടാണ് ആ ടെസ്റ്റ് നടത്തിയത്. എൻ്റെ അനുഭവം പുള്ളി ഞാൻ പറയില്ലായിരുന്നു, പക്ഷെ പുള്ളി പറയാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പോസിറ്റീവായ അനുഭവം ഉണ്ടായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ഇപ്പോൾ മണിപ്പാലിൽ പഠിക്കുന്നു. അവൻ എൻ്റെ ബയോ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്. BASLP, ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പതോളജി. അവന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള പ്രോഗ്രാമായിരുന്നു. അത് ഞാൻ അവൻ്റെ അടുത്ത് പഠിക്കുന്നു. ഞാനിത് പറയില്ലായിരുന്നു, പക്ഷെ ഒരു അച്ഛൻ വന്നിവിടെ പറഞ്ഞതാണ്, നമ്മുടെ മക്കളെ പേരൻസിനോട് പറയും, നമ്മുടെ മക്കളെ അറിഞ്ഞ് ആ അച്ഛൻ ചെയ്ത പോലെ മക്കളെ അറിയാം. ആ കുട്ടികളാണെങ്കിലും അവർ ഏത് കടമ്പയും കടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന അച്ഛൻ ആത്മവിശ്വാസമുള്ള പോലെ നമ്മുടെ മക്കളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അടിച്ചേൽപ്പിച്ചാൽ അവർ നാളെ ചോദിക്കുന്നത് അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ കോഴ്സ് എടുത്തത്. MBBS കാര്യം ചോദിച്ചാൽ അമ്മ പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ റെസിസ്റ്റൻസ് വന്നത്. അമ്മയ്ക്ക് വേണ്ടി പഠിക്കാൻ പോയി, അച്ഛന് വേണ്ടി പഠിക്കാൻ പോയി മക്കൾ. എപ്പോൾ വരും, ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ല പഠിക്കുന്നത്, അച്ഛന് വേണ്ടി. എന്നാൽ അച്ഛനൊരു പണി കൊടുത്തു കളയാം, അല്ലെങ്കിൽ അമ്മയ്ക്ക്. അല്ല മക്കളെ, ഞാൻ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അച്ഛനും അമ്മയും നല്ലതായിരിക്കും ചിന്തിക്കുന്നത്. അച്ഛനും അമ്മയ്ക്ക് ഒരു പക്ഷേ മോളെ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് അറിയില്ല. നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, കാണിച്ചു കൊടുക്കണം. എൻ്റെ കയ്യിൽ 3000 കരിയർ ഓക്യുപ്പേഷൻസിനെ കുറിച്ച് ഉള്ള സമഗ്രമായ ഡിജിറ്റൽ ലൈബ്രറി ഉണ്ട്. നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറയാം. എന്താണ് കോഴ്സ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എവിടെയാണ് പഠിക്കാൻ പറ്റുന്നത്, എന്തൊക്കെ എൻട്രൻസ് എക്സാമാണ് നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ടത്, ഒരു വർഷം എന്തെല്ലാം എൻട്രൻസ് എക്സാം നടക്കുന്നുണ്ട്, +2 പഠിക്കുമ്പോൾ എന്തെല്ലാം എൻട്രൻസ് എക്സാമിനേഷന് എപ്പോഴൊക്കെ അപേക്ഷ കൊടുക്കണം, ഏതൊക്കെ കാര്യങ്ങൾ. നിങ്ങൾ നീറ്റ് എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ നീറ്റ് പോലെ തന്നെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ജിപ്മർ പോലുള്ള സ്ഥലങ്ങളിൽ പഠിക്കാം. നിങ്ങളിവിടെ CLEE എന്ന് പറയുന്നത് എന്താ, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ, അതിന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാറ്റ് എഴുതാം, വേറെ പലതും എഴുതാം. അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ? സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. സെൻട്രൽ യൂണിവേഴ്സിറ്റി
കേന്ദ്ര സർവകലാശാലകൾ, മികവിൻ്റെ കേന്ദ്രങ്ങളായ സെൻട്രൽ സർവകലാശാലകളിൽ പഠിക്കാൻ അവസരമുണ്ട്. എപ്പോൾ അറിയണം? 10ൽ പഠിക്കുമ്പോൾ, +1ൽ പഠിക്കുമ്പോൾ, +2ന് മുമ്പ് തന്നെ അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കഴിവിന്, നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച്, നിങ്ങളുടെ പാഷൻ അനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ചുള്ള കോഴ്സുകൾ ഇവിടെ ഉണ്ട്. ഏറ്റവും സ്യൂട്ടായിട്ടുള്ള, ഏറ്റവും ആപ്റ്റായിട്ടുള്ള, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി, അത്യാവശ്യം സമ്പത്തുണ്ടാക്കാൻ മാർഗത്തിലൂടെ കൂടി ഉള്ള കോഴ്സുകൾ എടുക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്കിഷ്ടപ്പെട്ടത് എടുക്കുമ്പോൾ അതിൽ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് പഠിക്കുക, കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക, സന്തോഷത്തോടെ ജീവിക്കാൻ അവസരം ഇവിടെ ഉള്ളപ്പോൾ അത് യൂസ് ചെയ്യുക. എല്ലാവർക്കും ചോദ്യമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.